നമസ്കാരം. ഇത് നമ്മുടെ 4 പാർട്ടായിട്ടുള്ള വെബ് സീരീസിൻ്റെ ഡബ് ചെയ്യാത്ത വെബ് സീരീസിൻ്റെ പാർട്ടല്ലാതെ 1245 എപ്പിസോഡാണ്. 1345 എപ്പിസോഡ്. ഇതിൽ ഞാൻ പുതിയ ന്യൂ കമേഴ്സായിട്ടുള്ള ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് ലക്ഷങ്ങളും പതിനായിരങ്ങളൊക്കെ മുടക്കി നിങ്ങൾ ഷോർട്ട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യും. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരിക്കലും ₹1 പോലും അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാകില്ല. കാരണം ഞാനൊരു 50 മിനിറ്റിൻ്റെ ഒരു യൂട്യൂബിൽ ഡബ് ചെയ്യാത്തൊരു വർക്ക് ഇട്ടിട്ട് 50,000 പേരെടുത്തായി അത് കാണുന്നു. എനിക്കറിയാം അതിൽ നിന്നൊന്നും റിട്ടേൺ ഉണ്ടാകില്ലെന്ന്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അത് 4 എപ്പിസോഡ് ഇട്ട് 5000 പേരോളം കണ്ടു. അതിനൊന്നും പക്ഷേ നിങ്ങൾ ഇത്രയും പൈസ മുടക്കുമ്പം നിങ്ങൾ എഡിറ്റിനൊക്കെ, അതായത് ഷൂട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കുക, അത് കഴിഞ്ഞ് എഡിറ്റിനൊക്കെ നിങ്ങൾ പലയിടത്തും സമീപിക്കുമ്പം മ്യൂസിക് എഡിറ്റ്, എഫക്റ്റ്, സൗണ്ട് എഫക്റ്റ്, വിഷ്വൽ എഫക്റ്റ്, ടൈറ്റിലിങ്, അങ്ങനെയുള്ള മിക്സിങ്, ഡബ്ബിങ്, ഇതിനൊക്കെ നിങ്ങൾക്ക് ഒത്തിരി പൈസ ചിലവാകുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വർക്കുകൾ നിങ്ങൾക്ക് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങളിവിടെ വരുക പോലും വേണ്ട. നിങ്ങൾ വാട്സപ്പിൽ അതിൻ്റെ PDF ഫയലല്ല അല്ലാതെ അയച്ചു തന്നാൽ ഞാനത് എഡിറ്റ് ചെയ്ത് തരാം. അതൊരു 15 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തുക, അത് 10,000 അല്ല, 5,000 അല്ല, 3,000 അല്ല, അതിനൊക്കെ താഴെ എന്തെങ്കിലും എനിക്ക് തന്നാൽ ഞാനത് എഡിറ്റ് ചെയ്ത് ടൈറ്റിൽ ചെയ്ത് മ്യൂസിക്കിനൊക്കെ ഇച്ചിരി കോപ്പിറൈറ്റൊക്കെ കാണും. പക്ഷേ സം ടെറിട്ടറീസിൽ അത് ചില ടെറിട്ടറീസിൽ ഇത് കോപ്പിറൈറ്റാന്ന് പറയും. പക്ഷേ പേടിക്കൊന്നും വേണ്ട, ഇന്ത്യയിൽ അത് കോപ്പിറൈറ്റ് ആയിരിക്കില്ല. നമുക്ക് ഇന്ത്യയെ കണ്ടാൽ മതിയല്ലോ. പിന്നെ അത്യാവശ്യം ഗൾഫ് രാജ്യങ്ങളിലൊന്നും അത് കോപ്പിറൈറ്റ് അടിക്കുന്നതായിരിക്കില്ല. നമ്മൾ പാട്ടുകൾ ഉപയോഗിച്ചാലാണ് കോപ്പിറൈറ്റ് അടിക്കുന്നത്. പിന്നെ ഞാനിത് ഡബ് ചെയ്യാതെയാണ് ഞാൻ എപ്പിസോഡുകൾ ഇട്ടേക്കുന്നത്. ഞാൻ യൂട്യൂബിലിട്ട്, കാരണം പറയാൻ അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശം, കാരണം എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ വെളിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പൂർണ്ണത വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണത്. എന്നാലും അതിൻ്റെ കഥകൾ മനസ്സിലാക്കി ഞാൻ അതിനകത്ത് എൻ്റെ വോയിസ് ഓവർ കൊടുത്തിട്ടുമുണ്ട്. അല്ല, എന്തെങ്കിലും കാരണമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ മൊബൈലിൽ തന്നെ അത് ഡബ് ചെയ്യാമെന്നുള്ളതാണ്. അത് വോയിസ് റെക്കോർഡിലോ അല്ലെങ്കിൽ ലൈവായിട്ട് ഇൻഷോട്ടിലോ ഒക്കെ നമുക്ക് ഡബ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നല്ല രീതിയിൽ ഡബ് ചെയ്യാനുള്ള, എനിക്ക് ഡബ് ചെയ്യാൻ നിസ്സാരമായിട്ട് എനിക്ക് 5 ദിവസം മതിയായിരുന്നു. ഞാനത് ചെയ്യാത്തതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർക്കുകൾ എഡിറ്റ് ചെയ്യുക, ഇങ്ങനെ മ്യൂസിക് എല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വന്നു പോലുള്ള വണ്ടിക്കൂലിയോ മറ്റ് താമസകാര്യങ്ങളൊന്നും നിങ്ങൾ മുടക്കേണ്ട. എനിക്ക് അയച്ചു തന്നാൽ ഞാനത് നിസ്സാര തുകയ്ക്ക് ഞാനതെല്ലാം 10-15 മിനിറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ ഞാനത് ചെയ്തു തരാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പ്രതിഫലം തന്നാൽ മതി. ഞാൻ ഒരു ഹെൽപ്പ് നിങ്ങൾക്കും ആവും, എനിക്കും ഒരു ഹെൽപ്പാകും. അങ്ങനെ ഒരു ഓഫർ തരാനാണ് ഞാൻ പറഞ്ഞു, വൻ തുകകൾ. കാരണം ഞാൻ തന്നെ ഈ 50 മിനിറ്റിൻ്റെ എഡിറ്റ് ചെയ്യാൻ ചോദിച്ചപ്പം എന്നോട് 1.5 ലക്ഷം രൂപ ചോദിച്ചു, 1 ലക്ഷം രൂപ ചോദിച്ചു. മ്യൂസിക്കിന് വേറെ 60,000 രൂപ ചോദിച്ചു. DI ചെയ്യുന്നതിന് വേറെ പൈസ ചോദിച്ചു. DI ഒന്നും ഇപ്പോൾ ഇല്ലെന്നുള്ളതാണ്. കാരണം എല്ലാം എഡിറ്റിങ് ഷൂട്ട് ടൈമിൽ തന്നെ അതിൻ്റെ DIകൾ, കാരണം ഇപ്പോൾ ക്യാമറ ഒത്തിരി അഡ്വാൻസ്ഡാണ്. കാരണം കളറിങ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. എന്നാലും DI ചെയ്യുന്ന വർക്കുകളുണ്ട് കേട്ടോ, അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ നല്ലപോലെ എഡിറ്റ് ചെയ്യുന്ന പിള്ളേരൊക്കെ വീട്ടിലിരുന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഡാവിഞ്ചി തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ക്ലാരിറ്റി ഒന്നും 2 ജനറേഷനൊക്കെയാണ് സാറിന് കുറയുന്നത്. ഓരോ കോപ്പി എടുക്കും, ആ ജനറേഷൻ പോലും കുറയില്ല. ഇപ്പോൾ അത് അടുത്ത ആഴ്ച ഒരു iPhone 13-ലെടുത്തൊരു വർക്ക് ഇപ്പം റിലീസാകാൻ പോകുന്നു. സിനിമ തിയേറ്ററിൽ 10-50 തിയേറ്ററുകളിൽ റിലീസാകാൻ പോകുന്നു. അങ്ങനെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ട ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റും. ഒത്തിരി വർക്കുകൾ ഷൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ ഒത്തിരി എഡിറ്റേഴ്സിനൊക്കെ സമീപിക്കുക, സ്റ്റുഡിയോ സമീപിച്ച് നടക്കാതെ വരുന്നുണ്ട്. അതിനെന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നന്ദി, നമസ്കാരം.